നിന്റെ മകനെ ശിക്ഷിക്ക, അവൻ നിനക്ക് ആശ്വാസമായി തീരും. അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. മക്കളെ ശിക്ഷിച്ച് വളർത്തണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. നിന്റെ മകനെ ശിക്ഷിക്കുക. അവനെ ശിക്ഷിച്ച് വളർത്തിയാൽ അവൻ നിനക്ക് ആശ്വാസമായി തീരും. അപ്പൻ താൻ സ്നേഹിക്കുന്ന ഏതു മകനെയും ശിക്ഷിക്കും. അത് തൽക്കാലത്തേക്ക് വേദന ഉളവാക്കുന്നതാണെങ്കിലും പിന്നത്തേതിൽ അത് വലിയ സന്തോഷം കൊണ്ടുവരും. അത് നിനക്ക് ആശ്വാസമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വർഗീയ പിതാവാം ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ശിക്ഷിച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അതെത്ര വലിയ ശിക്ഷയായിരുന്നു അല്ലേ? ഗെത്സമന മുതൽ ഗോൽഗോഥ വരെ നമ്മുടെ കർത്താവ് തകർക്കപ്പെട്ടപ്പോൾ അത് പിതാവിൻ്റെ ശിക്ഷയായിരുന്നു. എന്തിനാണ് പുത്രൻ തമ്പുരാൻ തകർക്കപ്പെട്ടത്? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നമ്മുടെ തെറ്റ് മുഴുവനും പിതാവായ ദൈവം പുത്രന്റെ മേൽ ചുമത്തി നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ശിക്ഷാവിധി പുത്രൻ തമ്പുരാൻ ഏറ്റുവാങ്ങി. പിതാവ് പുത്രനെ, തൻ്റെ മകനെ ശിക്ഷിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തെന്ന് ക്രൂശിൽ കിടന്ന് മകൻ നിലവിളിക്കുകയാണ്. ഒരപ്പനും കണ്ടു നിൽക്കാൻ കഴിയാത്ത ശിക്ഷാവിധി അവൻ്റെ പുറവുഴവുചാല് പോലെയാണ് കീറിയത്. മൃഗീയമായ ഒരു മരണം, നീചമായ ഒരു മരണം പുത്രനെ ഏറ്റുവാങ്ങുമ്പോൾ അത് ഒരു ശിക്ഷയായിരുന്നു. ശിക്ഷാവിധി, നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന ശിക്ഷ പുത്രനെ ഏറ്റുവാങ്ങി. പിതാവ് മകനെ ശിക്ഷിച്ചു. എന്താണ് ആ ശിക്ഷാവിധിയിലൂടെ പിതാവിന് ലഭിച്ചത്? പ്രിയപ്പെട്ടവരെ, മാനവകുലത്തിന് ആശ്വാസം, സമാധാനം, സന്തോഷം, പ്രത്യാശ, ഇതെല്ലാം ലഭിച്ചത് ആ ശിക്ഷാവിധിയിലാണ്. ഇന്ന് പകൽ നിങ്ങളുടെ വീട്ടിൽ സന്തോഷമുണ്ടെങ്കിൽ, സമാധാനമുണ്ടെങ്കിൽ, അത് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവനുണ്ടാക്കിയതാണ്, പിതാവ് ഉണ്ടാക്കിയതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം അനുഭവിക്കുന്ന ആശ്വാസം, അത് ഒരു പിതാവ് തൻ്റെ മകനെ ശിക്ഷിച്ചപ്പോൾ നമുക്ക് ലഭിച്ചതാണ്. ശിക്ഷിച്ചു വളർത്തുവാനാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. പുത്രൻ തമ്പുരാനെ പിതാവ് വല്ലാതെ ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പ്രാണൻ നഷ്ടപ്പെടുന്നത് പോലെ അതികഠിനമായ വേദനയിലൂടെ കടന്നുപോയി. ആ ശിക്ഷാവിധിയൊടുവിൽ വലിയ നന്മകളാണ്, അനുഗ്രഹങ്ങളാണ് മാനവകുലത്തിൽ ലഭിച്ചത്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മക്കളെ ശിക്ഷിച്ചു വളർത്തിയാൽ നാളെ
അവർ നിങ്ങൾക്കൊരാശ്വാസമായിരിക്കും. നിങ്ങളുടെ മനസ്സിന് അവർ വലിയ സന്തോഷമായിരിക്കും. ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.